ഹലോ, നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് എളുപ്പം തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു പുലാവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറിലാണ് മസാല തയ്യാറാക്കുന്നതും അതുപോലെ ചോറൊക്കെ തയ്യാറാക്കുന്നത് കുക്കറിലാണ്. വേറെ പാത്രങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് വേണ്ടവർക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് ഹോൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് ജീരകം, അതുപോലെ തന്നെ ഒരു ബേ ലീഫ് എല്ലാം കൂടിയിട്ട് ഈ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഒക്കെ എണ്ണയിലൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി അതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം 2 സവോള അതുപോലെ തന്നെ 2 പച്ചമുളകാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അത് ഈ എണ്ണയിലിട്ടിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളുടെ സവോള നല്ലതുപോലെ പെട്ടെന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിനെ ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയാൽ മാത്രം മതി. അപ്പോൾ ഒന്ന് കളർ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് 4-5 അല്ലി വെളുത്തുള്ളിയും കൂടിയിട്ട് നല്ലപോലെ ചതച്ചിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉണ്ടാവും കേട്ടോ. അത് നല്ലതുപോലെ ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പുലാവിക്ക് ആഡ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, പിന്നെ കുറച്ച് ഫ്രഷ് പീസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 4-5 ബീൻസും കുറച്ച് സോയ ചങ്ക്സും, അതുപോലെ തന്നെ ഒരു കോളിഫ്ലവറിൻ്റെ ചെറിയൊരു പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന വെജിറ്റബിൾസ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. ചിലവർക്ക് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടാവും, അതുപോലെ തന്നെ പനീർ ആഡ് ചെയ്യാൻ ഇഷ്ടമുണ്ടാവും, അതുപോലെ മഷ്റൂം നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനൊരു 2 ഗ്ലാസ് റൈസാണ് ഇവിടെ വെക്കുന്നത്. അപ്പോൾ നമ്മളെടുക്കുന്ന റൈസിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഒരുപാട് റൈസ് എടുക്കുന്നുണ്ട് വെച്ചെങ്കിൽ വെജിറ്റബിൾസ് ഒരുപാട് ആഡ് ചെയ്യണം. എന്നാലാണ് ആ ഒരു പുലാവിൻ്റെ ടേസ്റ്റ് നമുക്ക് വരുള്ളൂ. അപ്പോൾ നമ്മുടെ സവോള വാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ വെജിറ്റബിൾസൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് മുളകും പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം സവാളയിൽ മാത്രമാണ് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. നമ്മളുടെ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം നിറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആഡ് ചെയ്യുന്നതാണ് നമ്മളുടെ പുലാവിൻ്റെ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു 2 ടേബിൾ സ്പൂണോളം നിറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുലാവിൻ്റെ മസാല എന്ന് പറയുന്നത് നമ്മളുടെ ബിരിയാണി മസാലയാണ്. ഇനിയിപ്പോൾ അതൊന്നും ഇല്ല വെച്ചെങ്കിൽ നമ്മൾ ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്താലും മതി. എന്നാലും നമ്മൾ പുലാവ് ഉണ്ടാക്കുമ്പോൾ ആ പുലാവിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ മസാലയാണ് കേട്ടോ. അത് ഒന്നെങ്കിൽ ബിരിയാണി മസാല നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ പുലാവ് മസാല എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ മസാലകളൊക്കെ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ആ വെജിറ്റബിൾസായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയും വെജിറ്റബിൾസൊക്കെ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു 1/4 കപ്പ് തൈരാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അധികം പുളിയുള്ള തൈര് ആഡ് ചെയ്യരുത്. ഇനി തൈര് ആഡ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം 2 തക്കാളിയുടെ പ്യൂരി ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ 2 തക്കാളിയായിട്ട് അരിഞ്ഞിട്ടിട്ടും കൊടുക്കാം. ഞാനിതിൽ തക്കാളി ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ തൈരും കൂടി ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തൈരും കൂടി ആഡ് ചെയ്തിട്ട് 1-2 മിനിറ്റ് ആ വെജിറ്റബിൾസ് അങ്ങനെ വെക്കുക. അതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകിയിട്ട് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചതാണ്. ഒരു 10-15 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച അരിയാണ്. എന്നിട്ട് അതിലത്തെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഈ വെജിറ്റബിൾസൊക്കെ ഈ റൈസ് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ ജസ്റ്റ് ആ ഒരു റൈസ് ആ വെജിറ്റബിൾസിനായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് അരിക്ക് ഞാൻ 4 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ അരി അളന്നെടുത്തത് ആ ഒരു ഗ്ലാസ്സിൽ തന്നെ വെള്ളം അളന്നെടുക്കുക കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ്സിന് ഞാൻ 4 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചൂടുവെള്ളമൊന്നുമല്ല, സാധാ പച്ചവെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിലാണ് നമുക്ക് കുക്കറിലാകെ കേൾക്കണ്ടോ. അപ്പോൾ നമ്മൾ ഈ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഉപ്പൊക്കെ നോക്കാം കേട്ടോ. ഉപ്പ് ചിലപ്പോൾ കുറവുണ്ടാവും. നമ്മൾ ആകെ വെജിറ്റബിൾസിന് മാത്രമാണ് ഉപ്പിട്ടിട്ടുള്ളൂ.
അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയുടെ ഇലയും കുറച്ച് പുതിനയുടെ ഇലയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതില്ലാച്ചെങ്കിൽ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനത് ഇതിൽ തന്നെ ഓൾറെഡി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കുക്കർ അടക്കുകയാണ്. ഇനി നല്ല ഹൈ ഫ്ലെയിമിൽ 2 ഫ്ലെയിമാണ് നമ്മൾ കുക്കറിൻ്റെ വിസിൽ വെക്കുന്നത്. അപ്പോൾ ഓരോരുത്തർ എടുക്കുന്ന അരിക്കനുസരിച്ചിട്ട് നമ്മളുടെ വേവ് വ്യത്യാസം വരും കേട്ടോ. ചിലർക്ക് ഒരു വിസിൽ വന്നാൽ തന്നെ അരി നല്ലതുപോലെ വേവും. അപ്പോൾ അതൊക്കെ നമ്മളെടുക്കുന്ന അരിയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ 2 വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ടിട്ട് അതിൻ്റെ കുക്കറിൻ്റെ പ്രഷർ മുഴുവൻ പോയതിന് ശേഷം മാത്രമാണ് നമ്മൾ കുക്കർ തുറക്കാൻ പാടുള്ളൂ. അപ്പോൾ കുക്കർ തുറന്ന് വരുമ്പോൾ നല്ലതുപോലെ നമ്മൾ റൈസും വെജിറ്റബിൾസും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പൊതുവേ ഈ ഒരു ഫോർക്ക് കൊണ്ടാണ് എപ്പോഴും ആദ്യം ഇളക്കി കൊടുക്കാറ് കേട്ടോ. അങ്ങനെയാണ് പറയാറ് സാധാരണ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എങ്ങനെയായാലും കുഴപ്പമില്ല. നമ്മൾ തുറക്കുമ്പോൾ ആ ഒരു റൈസിനൊരു ചെറിയൊരു നനവ് പോലെ തോന്നും. അതാ നല്ല ചൂട് കാരണം നമുക്ക് തോന്നുന്നതാണ്. അത് ജസ്റ്റ് അതൊന്ന് ചൂട് ചെറുതായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ നമ്മളുടെ അരി ഇതൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് നട്ട്സും മുന്തിരിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിൻ്റെ മേലെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒന്നും തമ്മിൽ ഒട്ടിയിട്ടൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു പുലാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. ബിഗിനേഴ്സിനൊക്കെ എളുപ്പം തയ്യാറാക്കാൻ പറ്റാവുന്ന ഏറ്റവും സിമ്പിളായിട്ട് അധികം പാത്രങ്ങളൊന്നും എടുത്ത് മെനക്കെടണ്ട. പിന്നെ വെജിറ്റബിൾസ് ഇത്രയും താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഇത്രയും വെജിറ്റബിൾസ് ഇടേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ ഏറ്റവും എളുപ്പ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണ് പുലാവിൻ്റെ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. യൂസ്ഫുള്ളാന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ കാണണം കേട്ടോ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ, ബൈ.